ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം 90s നമ്മൾ കഴിക്കാറുള്ള ഒരു പാൽക്കോവ മിഠായി ഉണ്ട്. അത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുട്ടികൾക്ക് നമുക്ക് വീട്ടിലും അത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഷ്യാമാസ് വേൾഡിലേക്ക് സ്വാഗതം. അതിനായി നമുക്ക് ആവശ്യം 1 കപ്പ് മൈദ, പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, ഒരു 1/2 കപ്പ് നെയ്യ്. 1/2 കപ്പ് നെയ്യ് ചേർക്കാം, അതല്ലെങ്കിൽ 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും എടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളൂ. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 1/2 കപ്പ് നെയ്യ് യൂസ് ചെയ്യാം, അപ്പോഴാണ് കൂടുതലൊരു ടേസ്റ്റ്. അതല്ലെങ്കിൽ 1/4 കപ്പ് ഓയിൽ 1/4 കപ്പ് നെയ്യ് അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് മൈദയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു കട്ടി രൂപത്തിൽ വരും, പിന്നെ അത് മെൽറ്റായിട്ട് ഒരു സോഫ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിത്തുടങ്ങും. ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒരു 8 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കി വേവിച്ച് കൊടുക്കണം. കാരണം മൈദയല്ലേ, അപ്പോൾ അത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം വരും. 8 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീയിടേണ്ടത്. ഇപ്പോൾ അതാ ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് ഇത് ചൂടാറാൻ വെക്കാം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ടുണ്ടെന്ന് തണുപ്പ് മാറി കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ. അതല്ല, ചൂടോടെ തന്നെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഷുഗർ മെൽറ്റായിട്ട് വെള്ളമായി പോവും. ഇപ്പോൾ അതാ ചൂടൊക്കെ ആറി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതൊന്ന് വിതറി കൊടുക്കാം. പിന്നെ നമുക്ക് കുറേശ്ശെയായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കും തോറും ഇത് കുറച്ച് കട്ടി കൂടി വരും. ഒരു മാവ് പരുവത്തിലാവും. ഇപ്പം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് വെച്ചാണ്ടാവില്ലേ, ആ ഒരു ടൈപ്പായി മാറും. ഇനി നമുക്ക് ഓയിലോ ബട്ടറോ എന്തെങ്കിലും തടവിയിട്ടുള്ള ഒരു പാത്രത്തിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഈ മാവ് ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുത്ത് വെക്കാം. എന്നിട്ട് ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് ഫ്രിഡ്ജിലൊന്ന് വെക്കുക. സെറ്റായതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ അത് മുറിച്ചെടുക്കാം. ഇപ്പോൾ അതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. അധികം സമയമൊന്നും ആവശ്യമില്ല, അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു സ്വീറ്റ് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇത് കഴിച്ചവർക്ക് അറിയാം, പണ്ട് കാലത്ത് 90s കഴിച്ചുള്ള ഒരു മിഠായിയാണിത്, പാൽക്കോവ. അപ്പോൾ ആ ഒരു അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.